In the stillness between each bell, the Word of God is waiting to echo in our hearts. Welcome to Echoes of the Word. ക്രിസ്തുവിലുള്ള സഹോദരന്മാരെ, സത്യത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സത്യം ഇന്ന് ഉച്ചത്തിലും വേഗത്തിലും ആണ് ശരിയായി തോന്നുന്നത് സത്യമാണെന്ന് വിളിക്കപ്പെടുന്നു. എനിക്ക് അനുയോജ്യമായത് സ്വീകാര്യമായി തീരുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ നിശബ്ദമായും വ്യക്തമായും സംസാരിക്കുന്നു. ആരംഭം മുതൽ നിങ്ങൾ കേട്ടത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. സത്യം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒന്നല്ല, സത്യം നമുക്ക് ലഭിക്കുന്നല്ല. സത്യം ഒരു ആശയമല്ല, സത്യം ഒരു വ്യക്തിയാണ്. യേശു പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. നമുക്കൊരു അഭിഷേകം ലഭിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മാനസികാവസ്ഥകൾ പിന്തുടരുന്നതിനല്ല, മറിച്ച് നാം വഞ്ചിക്കപ്പെടാതിരിക്കുന്നതിനാണ്. നമുക്ക് കൈമാറിയ വിശ്വാസത്തെ ആത്മാവ് മാറ്റി സ്ഥാപിക്കുന്നില്ല, അത് സംരക്ഷിക്കുന്നു, അത് ആഴമുള്ളതാക്കുന്നു. വിശുദ്ധരായ ബേസിൽ ദി ഗ്രേറ്റ്, ഗ്രിഗറിയോ നസിയാൻസസ് എന്നിവർ ഈ സത്യം ജീവിച്ചു കാലത്തിനനുയോജ്യമായ രീതിയിൽ അവർ വിശ്വാസത്തെ വളച്ചൊടിച്ചില്ല. സമാധാനം നേടാൻ അവർ സത്യത്തെ ഭയപ്പെടുത്തിയില്ല. അവർക്ക് ലഭിച്ചത് അവർ സൂക്ഷിച്ചു, അത് അവർക്കാശ്വാസവും സുരക്ഷയും നഷ്ടപ്പെടുത്തിയപ്പോഴും. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകനോ ചോദ്യം ചെയ്യപ്പെടുമെന്നറിയില്ല. അവൻ അതിശയോക്തി പറയുന്നില്ല, അവൻ നടിക്കുന്നില്ല, അവൻ തന്റേതല്ലാത്തത് അവകാശപ്പെടുന്നില്ല. അവൻ വെറുതെ പറയുന്നു, ഞാൻ ശബ്ദമാണ്. എന്നിട്ട് അവൻ ശ്രദ്ധേയമായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നു. നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. സത്യം പലപ്പോഴും നമ്മുടെ ഇടയിൽ നിശബ്ദമായി നിലകൊള്ളുന്നു. അലറുന്നില്ല, സ്വയം നിർബന്ധിക്കുന്നില്ല, വെറും സാന്നിധ്യം. ഈ സത്യം ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ തിരക്കേറിയ കൊൽക്കത്തയിൽ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഒരു ചെറിയ കടയിൽ വെച്ചിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. അത് പോയെന്ന് ഭയന്ന് ഞാൻ പിന്നോട്ട് ഓടി. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നതിന് മുമ്പ് കടയുടമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഫോൺ സുരക്ഷിതമാണ്. ഞങ്ങൾ വിളിക്കാൻ ശ്രമിച്ചു, ഞങ്ങൾ കാത്തിരുന്നു. പ്രസംഗമില്ല, കറിഘോഷമില്ല, സത്യസന്ധത മാത്രം. ഒരിക്കൽ
ഒരു സ്കർത്തനോട് സമാനമായൊരു കഥ പറഞ്ഞു. Porlotto driver-ajaro vippars. ശ്രീപ്രിയവീരനായി സത്തിച്ചു അയാൻ കാവിട്ടുകൂടെ വനോത്തിനുണ്ടല്ലോ. അത് തിരിയതരെ മറുപ്രതിഫലവും നിരസിച്ചു. ദൈവമുമാകെ എന്റെ കടവയെന്ന് ഡ്രൈവർ പറഞ്ഞു. ക്രിസ്തു അമരുക എകയിൽ നിന്നു തിരിച്ചറിയപ്പെടാത്ത എന്നെത്തം ബഹുമാനിച്ചപ്പുറന്ന് ഞാൻ വിപരീതവും കണ്ടിട്ടുണ്ട്. പകർന്ന കാര്യങ്ങൾ അവഗണിക്കപ്രവിഭവന്മാര് കാലായി സത്ത് വിശദീകരിച്ച് എന്റെ കൊന്ന വശളിക്കുന്നു. അവക്കാവശക്കണം. ഒരിക്കൻ സശോഷക്ക ഉദ്ദേശിച്ചിരുന്ന പദം പ്രത്യക്ഷമായി പ്രതികരണം തനത്തരും ദീക്ഷിതവുമായിരുന്നു. കോങ്കജം വരം അതിൽ വിശ്വാസമല്ല ക്രിസ്ത സന്നിഹികവാനം മറക്കുതേ. മറക്കുതേ സത്യം വാക്ക്. Thank you for praying and reflecting with Echoes of the Word. If this helped you go a little deeper in faith, please like, share, and subscribe.